അപ്പോൾ ഇന്ന് നമ്മുടെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത് എടി പെണ്ണെ ഫ്രീക്ക് പെണ്ണെ എന്നുള്ള സോങ്ങൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് അവരവരുടെ ദിനചര്യകളൊക്കെ ചെയ്ത് ഡാൻസൊക്കെ കളിക്കാൻ വരുന്നുണ്ട്. ഇതിൽ ഇന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരാളുണ്ട് കേട്ടോ. ദേ നമ്മുടെ ഈ അനീഷ് എന്തൊക്കെയോ തീരുമാനിച്ചുറച്ചിട്ടാണ് ഇന്ന് ഡാൻസ് കളിക്കാനൊക്കെ ഇറങ്ങിയത്. അനീഷിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഫാമിലി വീക്കിന് ശേഷം കുറേ ആൾക്കാരുടെ ഗെയിംസിൽ കുറച്ച് ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അക്ബർ ആസ് യൂഷ്വൽ അന്നും ഇന്നും ഒരേ ഗെയിം തന്നെയാണ് പുള്ളി ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഗെയിം മാറ്റി പിടിക്കാൻ സാധ്യതയുള്ളത് ഒന്നാമത്തെ ബിന്നിക്ക് കുറച്ച് ഫയർ കിട്ടിയിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്ന്. രണ്ടാമത് നമ്മുടെ അനീഷ് ഷാനവാസ് ഗെയിം ഫ്രണ്ട്ഷിപ്പ് കോംബോ പൊളിയാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നുള്ളത് നമ്മുടെ ജിസേൽ ആൻഡ് ആര്യനാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പും ഒന്ന് എക്സ്പോസ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പം നമ്മുടെ കഥാനായകൻ്റെ ഇവിടം തൊട്ട് കഥ മാറ്റിപ്പിടിക്കാൻ പോവുകയാണ്. അനീഷിൻ്റെ മനസ്സിൽ കാഠിന്യമായിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അതിലൊന്നാമത്തേത് ഷാനവാസിനെ ഒഴിവാക്കി കളിക്കുക എന്നുള്ളതാണ്. അനീഷിൻ്റെ ഫാമിലിയിൽ നിന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു, നീ ഒറ്റയ്ക്ക് കളിക്കുക, വന്ന എങ്ങനെയാണോ അതേപോലെ കളിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഷാനവാസ് വന്നിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ അനീഷ് ഇങ്ങനെ കൈ കെട്ടി അതിലേക്ക് നോക്കി നിൽക്കുക. ഷാനവാസ് പുറകെ തന്നെയുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? നീ എന്താ ഇതിൻ്റെ രസതന്ത്രം പഠിക്കുവാണോ? അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഇതിൻ്റെ കുമളകൾ എണ്ണി നോക്കുക. അപ്പം നല്ലതാണല്ലോ, കൊള്ളാമല്ലോ, ഞാനും കൂടി ഇത് പഠിച്ചിട്ട് ഇതിന് കുറച്ച് ഇമ്മ്യൂണിറ്റി നേടണം, എനിക്ക് കുറച്ച് ക്വിസ് മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ട് എന്നൊക്കെ ഷാനവാസ് കമൻറ്റ് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, അനീഷ് ചോദിക്കും, നിനക്കിന്ന് വേറെ പണിയൊന്നും ഇല്ലേ? നീ എൻ്റെ പണിയെല്ലാം തീർത്തു രാവിലെ? അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എൻ്റെ പണിയെല്ലാം ഞാൻ തീർത്തു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്നാൽ നീ തലകുത്തി അതിലെ കൂടെ നടക്ക്. അനീഷിൻ്റെ മനസ്സിൽ എന്തോ ഒരു ദേഷ്യമുണ്ട്. അത് സ്പെഷ്യലി മെയിനായിട്ട് എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം ഈ മട്ടൺ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നിട്ട് അവിടെ കിടന്ന് ആവശ്യമില്ലാതെ വഴക്കിട്ട ഒരു റീസണാണ് അനീഷിൻ്റെ മനസ്സിലുള്ളത്. മാത്രമല്ല ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ളൊരിത്, ഷാനവാസിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അനീഷിൻ്റെ ഗെയിം അനീഷ് ഉദ്ദേശിക്കുന്ന രീതിയിൽ വരത്തില്ല എന്നുള്ളതുണ്ട്. ഷാനവാസിന് ശരിക്കും അനീഷിനോടൊരു ഫ്രണ്ട്ഷിപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് ഷാനവാസ് അനീഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് കളിച്ചാൽ ശരിയാവത്തില്ല. ഇവനത് മറ്റുള്ളവരുടെ മനസ്സിലിടം നേടും. അവൻ പുറത്ത് കുറച്ച് നല്ല രീതിക്ക് ഗെയിം അവൻ്റെ വരുമെന്നൊരു ചിന്ത ഷാനവാസിൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഷാനവാസ് അനീഷിനെ വിടാതെ പിടിച്ചിരിക്കുന്നത്. അല്ലാതെ ഭയങ്കര പക്ക പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇന്നലത്തെ ആ മോഷണത്തിൻ്റെ കാര്യം വെച്ചിട്ടാണോ ഇരിക്കുന്നത്? ഇവിടെ മോഷ്ടിക്കും, അതൊക്കെ ഒരു രസമല്ലേ? അതൊക്കെ ഒരു ഇത്ര നീ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്തിനാ? നീ എന്തിനാ അതൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കുന്നത്? അപ്പം നെവീൻ ഇടപെടുന്നുണ്ട്, ശരിയാ, ഞാൻ മോഷ്ടിച്ചില്ലെങ്കിൽ ഇവിടെ സ്പൈക്കുട്ടം വരുമോ, അങ്ങനെ ഒരു കണ്ടൻറ്റ് ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെ നെവീന് വന്ന് ചോദിക്കുന്നുണ്ട്. ഷാനവാസ് പറയും, ഇവനതൊന്നും മനസ്സിലാവുന്നില്ല, ഇവനിതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിനറിയാം, ഷാനവാസിൻ്റെ എല്ലാവർക്കും കൂടെ ഉള്ള ഫുഡിനകത്തുനിന്ന് ഷാനവാസ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു സില്ലി അല്ല, ഒരു തമാശയല്ല, അതൊരു സീരിയസ് പ്രശ്നമാണെന്ന് ഷാനവാസിന് അറിയാമെങ്കിലും സ്വന്തം ഫ്രണ്ടിനെ ഒന്ന് ഇതാക്കി സോപ്പിട്ട് പതപ്പിച്ച് നിർത്താൻ വേണ്ടി ഷാനവാസ് നൈസായിട്ട് അത് പറയുന്നുണ്ട്. അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് കളിക്കുന്ന ഒരാളാണ്. അതിനകത്ത് ഒരു കള്ളത്തരവും കാണിക്കാൻ പാടില്ല. കൂടെ നിൽക്കുന്ന ആളും അത് കാണിക്കരുതെന്ന് അനീഷിന് നിർബന്ധമുണ്ട്. അടുത്ത സീനിൽ ആര്യൻ ഷാനവാസിനെ ഫ്ലോർ ക്ലീനിങ്ങിനായിട്ട് വിളിക്കുന്നു. അപ്പോൾ ഷാനവാസ് ഞാൻ വരണമല്ലോ, ഞാൻ ചെയ്യാം എന്നുള്ള രീതി പറയുന്നു. അപ്പം പെട്ടെന്ന് ഷാനവാസ് അവിടെ ഇരിക്കുന്ന ബിന്നിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ ഇവൻ എന്നെ ഇവിടെ ആജ്ഞാപിക്കുന്നത്. ഓക്കെ, എന്നാൽ ഇപ്പോൾ അവന് കാണിച്ചു കൊടുക്കാം. എന്നിട്ട് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ ചാണകം ചാരിയ ചാണകം മണക്കുമെന്ന് പറയുന്നത് സത്യമാണല്ലേ? അപ്പോൾ അനീഷ് ചോദിക്കുന്നു, നീ എന്തിനാ ഇതൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്? അപ്പോൾ അക്ബർ പറയുന്നു, അത് നിൻ്റെ ഫ്രണ്ടല്ലേ, നിൻ്റെ മിത്രമല്ലേ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഇവൻ എന്തൊരു സ്വഭാവമാണെന്നറിയാമോ? ഇവൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറയാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഇവൻ അങ്ങ് പോവുക. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, വിചിത്രമായ ജീവിയാണല്ലേ എന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നത് വിചിത്രമായ ജീവിയല്ല, വിചിത്രമായിട്ടുള്ള അന്യഗ്രഹ ജീവിയാണ് ഇവൻ. എങ്ങനെ എൻ്റെ ഫ്രണ്ടായെന്ന് എനിക്ക് അറിയത്തില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാരലായിട്ട് ബിന്നി ആര്യനെ അവിടെ പിരികേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് വിളിച്ച് ജോലി ചെയ്യിപ്പിക്കുക ഷാനവാസിനെ കൊണ്ട്. ഞാൻ നിന്നെ ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് നീ ജോലി ചെയ്യാനും മറ്റുള്ളവരെ ജോലി ചെയ്യിപ്പിക്കാനും വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഷാനവാസ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ ഒരു വട്ടം വിളിച്ചു വന്നില്ല, രണ്ടാമത് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, അയാൾ മൈൻഡ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനുമോളും നൂറയും കൂടെ കിച്ചണിൽ നിൽക്കുകയാണ്. അനുമോൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു പാത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് എനിക്കിത് ക്ലീൻ ചെയ്ത് തരാൻ. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഇത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ ആരും ഇല്ല. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഇവിടെ സാബുമാനെ മാത്രമേ കാണുന്നുള്ളൂ, നിങ്ങളെ ആരെയും കാണുന്നില്ല വെസൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ സാബുമാൻ ഇങ്ങനെ നോക്കുന്നുണ്ടേ, ഞാൻ ഒരു കണ്ടൻറ്റ് കൊടുക്കാതെ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്, ഇവരെന്തിനാണ് എൻ്റെ പേര് പറയുന്നത്, വെറുതെ ഇരിക്കാനും സമ്മതിക്കില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ സാബുമാനും നോക്കുന്നുണ്ട്. നൂറയും അനുമോളും കൂടെ ചുമ്മാ ഒരു ഫ്രണ്ട്ഷിപ്പ് കോമ്പിനേഷൻ സീൻസൊക്കെ അവിടെ വെറുതെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല.
അതിനുശേഷം അവിടെ സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുന്നുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ബിന്നിയുടെ ജോലി നിർത്തി വെച്ചിട്ട് സ്റ്റോർ റൂമിലോട്ട് പോകാൻ നോക്കുമ്പോൾ ബിന്നിയെക്കാട്ടി മുന്നേ അനീഷിൻ്റെ ജോലി അവിടെ നിർത്തി വെച്ചിട്ട് ഫ്രണ്ടിൽ കയറി ഓടുവാണ്. അപ്പോൾ ബിന്നി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? അപ്പോൾ അനുമോളും ചോദിക്കുന്നുണ്ട്. അനുമോളും കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അനുമോളും ചോദിക്കുന്നുണ്ട് എന്തിനാ അനീഷേട്ടാ ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ഓടി പോകേണ്ട കാര്യം? അവിടെ ഓൾറെഡി ക്യാപ്റ്റൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അനീഷ് ഭയങ്കരമായിട്ട് വന്ന് പുറത്ത് വന്നിട്ട് ദേഷ്യപ്പെടുവാണ്. ഇത്രയും നാൾ ഞാനാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി നിങ്ങൾ അത് എന്നെ ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തിനു നിങ്ങളത് ചെയ്യുന്നു? അപ്പോൾ ബിന്നി പറഞ്ഞു ഞാൻ ഇവിടുത്തെ ക്യാപ്റ്റനല്ലേ, എനിക്ക് ആ ജോലി ചെയ്യാനുള്ള അവകാശമില്ലേ, ഞാനല്ലേ അത് ചെയ്യേണ്ടത്, അത് എനിക്ക് വന്ന ടാസ്ക് അല്ലേ, അത് ഞാനല്ലേ ചെയ്യേണ്ടത്. അപ്പം അനീഷിൻ്റെ ആ ഒരു ജോലിയാണ്, അനീഷ് കൊടുക്കുന്നൊരു കണ്ടൻറ്റാണ് അത് മറ്റൊരാൾ നോക്കുന്നു, എൻ്റെ കണ്ടൻറ്റ് എന്നെ ചെയ്യാൻ സമ്മതിക്കാതെ മറ്റുള്ളവരത് എടുക്കാൻ നോക്കുന്നു എന്നുള്ള രീതിയിലാണ് അനീഷ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനീഷിൻ്റെ ഇങ്ങനത്തെ ഗെയിം ഭയങ്കര ബോറാണ് ചില സമയത്ത്, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അനീഷ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് അനീഷ് മാത്രമേ ചെയ്യാവൂ, വേറെ ആരും ചെയ്യരുത്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട് അത് ഞാനാണ് ക്യാപ്റ്റൻ, ഞാനത് എടുത്തോളാം, ഞാനത് ചെയ്തോളാം, ഇതിന് മുന്നേ ക്യാപ്റ്റന്മാർ നിന്നപ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞിട്ട് ബിന്നിയെ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അനീഷാണെങ്കിൽ പറയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവർ തന്ന് ഇത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്കെതിരെ തിരിയുകയാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് മനഃപൂർവ്വം അവിടെ സീനുണ്ടാക്കുകയാണ്. എല്ലാവരും തിരിച്ച് പറയുന്നുണ്ട്. കാരണം ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണ് അനീഷ് ഇവിടെ. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് അനീഷിൻ്റെ പൊട്ട ഗെയിം ശരിക്കും എക്സ്പോസ് ആവുന്നത്. അനീഷിൻ്റെ ഉള്ള വില അനീഷ് അവിടെ കളയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ചൈൽഡിഷായിട്ട് ഇമ്മച്വറായിട്ട് കാണിക്കുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും. അവിടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ക്യാപ്റ്റൻ ചെയ്യേണ്ട ജോലിയാണെങ്കിൽ അത് ക്യാപ്റ്റൻ ചെയ്യട്ടെ. അനീഷ് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമേ അത് ചെയ്യാവൂ എന്ന് നിയമമൊന്നും ഇല്ലല്ലോ. ഇതൊന്നും പറഞ്ഞാൽ അനീഷിൻ്റെ തല കയറത്തില്ല. അവിടെയുള്ള സകലമാന ആൾക്കാരും പറഞ്ഞിട്ട് അനീഷിൻ്റെ തലയിൽ അത് കയറുന്നില്ല. അനീഷ് അതിൻ്റെ പേരിൽ വാശിയും വഴക്കും ഇട്ടുകൊണ്ട് അവിടെ എല്ലാം നടപ്പുണ്ട്. അതിനുശേഷം ജയിൽ നോമിനേഷനായിരുന്നു. 9 വോട്ടുകളോടുകൂടി ഷാനവാസിനെയും 7 വോട്ടുകളോടുകൂടി അനീഷിനെയും ബാക്കി കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഷാനവാസ് അവിടെ കിടന്ന് തുള്ളി കളിക്കുന്നുണ്ട് അനീഷിനെ കൂട്ട് കിട്ടിയതിൽ. പക്ഷേ അനീഷിന് അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഷാനവാസിൻ്റെ കൂടെ ജയിലിൽ പോകുന്നതിന്. അയ്യോ ഇവൻ എൻ്റെ കൂടെ കൂടി എൻ്റെ ഉള്ള ടാസ്കും കുളമാവുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഉള്ള ഗെയിംസും പൊളിയുമല്ലോ എന്നുള്ള രീതിയിലാണ് അനീഷ് ഇപ്പം നിൽക്കുന്നത്. ഷാനവാസ് എന്തായാലും അനീഷിനെ കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവർ യൂണിഫോമൊക്കെ ഇട്ട് ജയിലിലോട്ട് അവരെ കൊണ്ടുപോയി. അവിടെ നമ്മുടെ ബിന്നി ക്യാപ്റ്റൻ വന്ന് ജയിലെല്ലാം ക്ലോസ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ അക്ബറിൻ്റെ ആസ് യൂഷ്വൽ ഒരു പാരഡി ഗാനം നമ്മുടെ ഷാനവാസിനെതിരായിട്ടുണ്ട്. അത് നല്ല അടിപൊളി പാരഡി സോങ് ആയിരുന്നു. അക്ബർ അത് നന്നായിട്ട് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ നെവീനും ബിന്നിയുടെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഷാനവാസ് പെങ്ങളൂട്ടി പാസോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, ആതിരയുടെ കൈയൊക്കെ പിടിച്ച്. പിന്നെ 2 പേരും കൂടെ കിടക്കുന്നൊരു സീനൊക്കെയാണ് പിന്നെ കാണിച്ചത്. അതിനുശേഷം ക്യാപ്റ്റൻസി നോമിനേഷനായിരുന്നു. അനുവിൻ്റെ പേര് 1-2 പേരൊക്കെ പറഞ്ഞെങ്കിലും ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയത് നമ്മുടെ ആദിലയും ജിസേലും ലക്ഷ്മിയുമായിരുന്നു. അനുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു, 1-2 പേരൊക്കെ അനുവിൻ്റെ പേര് പറഞ്ഞു, പക്ഷേ ഇത്തവണ അത് പാളിപ്പോയി. അപ്പം ഇവർ 3 പേരുമാണ് അടുത്ത ക്യാപ്റ്റൻസി മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം ജയിലിൽ കിടക്കുന്നവരുടെ ടാസ്ക് വായിക്കുകയാണ് ബിന്നി. ആട്ടുകല്ലിൽ അരിയും ഉഴുന്നും അരയ്ക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പം പുറത്തുനിന്ന് 2 പേര് ആട്ടുകല്ലുമായിട്ട് വന്നു. അതിനുശേഷം അരി ഉഴുന്നും അവർ കൊടുത്തു. അപ്പം ഇത് അരി അരച്ച് മാവാക്കുക എന്നുള്ളതാണ് ജയിലിൽ കിടക്കുന്നവരുടെ ടാസ്ക്. അതിനുശേഷം ബിന്നി നേരെ ജയിലിൽ പോയിട്ട് ഷാനവാസിൻ്റെ അടുത്ത് അനീഷിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രംഗമാണ്. അതിനകത്ത് അനീഷ് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ജോലിയൊന്നും ചെയ്യുന്നില്ല. ഷാനവാസ് വെറുതെ അവിടെ ഇരിക്കുകയാണ്. ഷാനവാസിൻ്റെ എന്ത് ഗെയിമാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അനീഷ് എന്തായാലും പട്ടിനെ പോലെ അവിടെ കിടന്ന് അരി അരയ്ക്കുന്നുണ്ട്. ബിന്നി ചോദിക്കുകയാണ് നിങ്ങളുടെ ടാസ്ക്കാണ്, നിങ്ങൾ 2 പേരും ചെയ്യേണ്ടതാണെന്ന്. പക്ഷേ ബിന്നിക്ക് ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ബിന്നി ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് ഇതിനകത്ത് കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല, ബിഗ് ബോസ് അനൗൺസ് ചെയ്തോളും. പക്ഷേ ബിന്നി അവിടെ പോയി നിന്ന് ചൊറിയാണ്. ഷാനവാസും തിരിച്ചെന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ അനീഷ് ജയിലിൽ കയറിയാൽ ചെയ്യുന്ന ടാസ്കിനകത്ത് ഒരു കോംപ്രമൈസും കൂടാതെ അനീഷ് നല്ല വൃത്തിക്ക് അനീഷിൻ്റെ ടാസ്ക് ചെയ്യാറുണ്ട്. അതിനുശേഷം പിന്നെ ഒരു സ്പോൺസേർഡ് ടാസ്ക് ആയിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ പല്ല് സംരക്ഷിക്കുന്ന KP നമ്പൂതിരിസിൻ്റെ ഒരു ടാസ്ക്. അത് പിന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒനീലിനെ സെലക്ട് ചെയ്തു. ഒനീലിന് എന്തൊക്കെയോ ഗിഫ്റ്റും എന്തൊക്കെയോ പുരസ്കാരങ്ങളൊക്കെ അതിനുവേണ്ടി ലഭിച്ചു. അടുത്തത് വന്നിട്ട് ഒരു ടാസ്ക് ആയിരുന്നു. 2 സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ 2 സ്ക്രീനിലും ഫുഡുകൾ തൂക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 ടീമായിട്ട് തിരിയുക. എന്നിട്ട് ഒരു ടീമിലെ ആൾക്കാർ കാലിൽ മറ്റേ കോഴി കീ സൗണ്ട് കേൾക്കുന്ന കോഴിയെ കെട്ടി വെച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഫുഡ് കട്ടെടുക്കാൻ വരിക. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കണ്ണ് കെട്ടി വടി കൊണ്ട് ഈ കട്ടെടുക്കാൻ വരുന്നവരെ അടിക്കുക എന്നതായിരുന്നു ടാസ്ക് ഭയങ്കര കോമഡി ആയിരുന്നു. എല്ലാവർക്കും കണ്ണ് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. അവസാനം ലക്ഷ്മിക്ക് മാത്രമാണ് ഒരു ടീമിൽ നിന്ന് ഫുഡ് കിട്ടിയത്, നാച്ചോസും ഐസ്ക്രീമും. രണ്ടാമത്തെ ടീമും ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒണിയിലായിരുന്നു. ഒണിയിലും നെവീനും തന്നെയായിരുന്നു അതിൻ്റെയും വിധികർത്താവ്. അപ്പം അതിനകത്ത്
ഇതിനകത്താണെങ്കിലും ആർക്കും ഒന്നും കിട്ടിയില്ല. എല്ലാവരെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അടിച്ചിട്ടു. അനുവിനൊക്കെ കിടത്തി അടിക്കുന്നുണ്ട് ആര്യൻ. അപ്പം അതിനകത്ത് ആരോ പറയുന്നുണ്ടോ ഇതിപ്പം അനീഷായിരുന്നെങ്കിൽ കുറച്ച് ഫെയറായിട്ട് ഇത് ജഡ്ജ്മെൻറ്റ് നടത്തിയേനെ. ഇപ്പം നെവിൻ ആയതുകൊണ്ട് ഫുള്ള് ഫെയർ ഗെയിം അല്ല, അൺഫെയർ ഗെയിം ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ ടാസ്ക് കുഴപ്പമില്ല, നല്ല ടാസ്കൊക്കെ ആയിരുന്നു, അവർ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അനീഷിന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്റ്റൻ ചെന്നിട്ട് കുറച്ച് ഷോ ഇറക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ ക്യാപ്റ്റൻ്റെ വില മനസ്സിലായോ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്യാപ്റ്റൻ തന്നെ വരണം എന്നുള്ള രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എങ്കിൽ സോറി പറ, ക്യാപ്റ്റൻ നല്ല ക്യാപ്റ്റൻ ആണെന്നൊക്കെ പറ, എന്നാൽ മാത്രമേ ഇത് തുറക്കത്തുള്ളൂ എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഷാനവാസിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. ഞങ്ങളുടെ ഇത് പ്രാഥമിക ആവശ്യമാണ്, അതിനകത്ത് ഇത് പറയാൻ നിനക്ക് എന്ത് അവകാശമുള്ളത്, ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം, നീ തുറന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ബിന്നി പറഞ്ഞു പറ്റത്തില്ല, തുറക്കത്തില്ല എന്ന് പറഞ്ഞു. ഷാനവാസ് അപ്പം മാവ് അരച്ചുകൊണ്ടിരുന്ന ആ സ്പൂൺ വെച്ചിട്ട് ബിന്നിയുടെ ദേഹത്തോട്ട് എറിയുന്നു. ബിന്നിയുടെ ദേഹത്തതെല്ലാം പറ്റി ദേഹത്തായപ്പോൾ ബിന്നിക്ക് ദേഷ്യം വന്നിട്ട് ബിന്നി പറയുന്നു ഞാൻ തുറക്കത്തില്ല എന്ന്. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഒരു കലഹം സംഭവിക്കുകയാണ് അവിടെ. ഷാനവാസ് അസ് യൂഷ്വൽ വീട്ടുകാരെയൊക്കെ പറയുന്നുണ്ട് ബിന്നിയും തിരിച്ചെന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് അത് കേട്ടിട്ട് ഒരു കാര്യം രണ്ട് ലക്ഷ്മി അതിനകത്ത് കയറി ഇൻവോൾവ് ആവുന്നുണ്ട്. ലക്ഷ്മിയും എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട്, സോറി പറയണം, ക്യാപ്റ്റൻ്റെ അടുത്ത് സോറി പറയണം എന്നൊക്കെ. ഷാനവാസ് പറയുന്നത് പറ്റത്തില്ല. അപ്പം ബിഗ് ബോസിൻ്റെ അടുത്ത് ബിന്നി പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടാത്ത റെസ്പെക്റ്റ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തുറക്കില്ല എന്ന് തന്നെ ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ഇത് പ്രാഥമിക ആവശ്യങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബിന്നി ലാസ്റ്റിൽ അത് തുറന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുവാണ് ബിന്നിക്ക്. ഷാനവാസിൻ്റെ ഗെയിം കുറച്ച് ഓവറായി പോകുന്നുണ്ട്. ഷാനവാസ് ഒരു അനാവശ്യവുമില്ലാതെ വീട്ടിലുള്ളവരെയൊക്കെ വിളിക്കുന്നുണ്ട്. അത് അതിലെ നൂറെ അനുവും കൂടെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് ബിന്നിയുടെ ഹസ്ബൻഡിനെ പെൺകോന്തെന്ന് വിളിച്ചെന്നും അതേപോലെ ലക്ഷ്മിയുടെ ഹസ്ബൻഡിനെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇടപെട്ടിട്ട് ഇതൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് ഭയങ്കര മോശമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഷാനവാസിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം സംഭവിച്ചാലും എന്ത് വഴക്കിട്ടാലും ഉടനെ വീട്ടിലുള്ളവരെ വിളിക്കുക. ഇതാണ് ഷാനവാസിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ. അത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഷാനവാസിന് അതൊരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഷാനവാസ് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ. അതിനുശേഷം ആദിലയും നൂറയും കൂടെ ബെഡിലിരുന്ന് സംസാരിക്കുകയാണ്. അതിനകത്ത് ആദില വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇത് ഭയങ്കര ഓവറാണ് ഷാനവാസിയൊക്കെ ഇപ്പോൾ കാണിക്കുന്നതെന്ന്. നൂറ പറയുകയാണ് അയാളൊരു മെയിൽ ഷോവനിസ്റ്റാണ്, പൊടി എന്നല്ലാതെ വേറെ ആരെയും വിളിക്കത്തില്ല, ആരെങ്കിലും അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ പോലും ഇത് കേൾക്കാനുള്ള ഒരു മനസ്സുമില്ല, വീട്ടിലുള്ളവരെ വിളിക്കുകയാണ്, ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ആദിലയും നൂറ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസിനെ അനീഷിനെയും ജയിലിൽ നിന്ന് തുറന്നു വിടാൻ അനൗൺസ് ചെയ്തു. ബിന്നിക്ക് ഒരു താല്പര്യം ഇല്ലാണ്ടാണ് പോയി തുറന്നത്. ഇതുങ്ങളുടെ ഇനി ശല്യം അല്ലെങ്കിൽ ഷോ സഹിക്കേണ്ടി വരുമല്ലോ, അതേപോലെ തന്നെ നടന്ന് ഷാനവാസ് ബിന്നിയുടെയും ലക്ഷ്മിയുടെ പുറകെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് വഴക്കിടുന്നുണ്ട്. എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ ഞാൻ നിൻ്റെയും വീട്ടുകാരെ പറയുമെടാ, നീ ആരാടാ, നിന്നെ ഞാൻ മനുഷ്യനായിട്ട് പോലും കാണുന്നില്ലെന്നൊക്കെയാണ് ബിന്നി ഷാനവാസിനോട് പറയുന്നത്. അതിനുശേഷം ഷാനവാസ് അവിടെ ഇരുന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ് അക്ബറിനും ഒനീലിനും ഒക്കെ. ഷാനവാസ് പറയുകയാണ് ഞാൻ അവളുടെ ദേഹത്തോട്ട് മാവൊന്നും തെറിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പം ലക്ഷ്മി വന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടതാണ്, ഞാൻ അവളുടെ ഫേസിൽ നിന്ന് മാവ് തുടച്ചത് ഞാനാണ്. അപ്പം ഷാനവാസ് ചോദിച്ചു നീ എന്തിനാണ് ഇതിനകത്ത് കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടത്? അപ്പം ലക്ഷ്മി പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞത് ഞാൻ ആണുങ്ങളെ കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ ഷാനവാസ് ഉടനെ പറയാം ഞാൻ അങ്ങനെയൊക്കെ പറയേണ്ടി വരും, അതൊക്കെ കേൾക്കണമെന്ന്. ലക്ഷ്മി പറഞ്ഞു അതൊന്നും എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല, നീ എന്നെ എടി ബോഡി എന്നൊന്നും വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി എണീറ്റ് പോയി. അപ്പോൾ ഷാനവാസും ഒണിയിലും അക്ബറും കൂടെ അവളെ ഡി 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 എന്ന് വിളിച്ചിട്ട് ഒരുപാട് വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. കഴുതിയെന്നൊക്കെ ഷാനവാസ് വിളിക്കുന്നുണ്ട് ലക്ഷ്മി പക്ഷേ ലക്ഷ്മിയുടെ ആ ഒരു ഇത് വിട്ട് വേറെ ബാഡ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഷാനവാസും ഒനിയിലും അക്ബറും ഒക്കെ കുറേ വട്ടം ഡി 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 എന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആര്യൻ അവരോട് എല്ലാവരോടും ചെന്ന് പറയുന്നുണ്ട് ഈ അക്ബറിന് ഒരു സേയും ഇല്ലെങ്കിൽ പോലും ഷാനവാസ് എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് ആ പ്രശ്നം വലുതാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് അക്ബർ എന്ന് ആര്യൻ ചെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഹൗസ് മേറ്റ്സ് എല്ലാം പുറത്തിറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അനു ചോദിക്കുന്നുണ്ട് അക്ബർ നീ ഇതൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, നീ എന്തിനാ പിന്നെ ഇത് പറയാൻ നിൽക്കുന്നതെന്ന്. അപ്പോൾ ഷാനവാസ് ചാടി എണീറ്റ് നീ ആരാടി ഇതിനകത്ത് ഇടപെടാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുവിന് ദേഷ്യം വന്നിട്ട് തിരിച്ച് ഷാനവാസിനായിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. നിൻ്റെ വീട്ടുകാരെ പോയി വിളിച്ചാൽ മതിയടാ എന്ന് പറഞ്ഞ് തിരിച്ച് നിൻ്റെ ഭാര്യയെ പോയി വിളിക്കടാന്ന്. ഷാനവാസിന് മറ്റുള്ളവരുടെ വീട്ടുകാരെയും ഭാര്യയെയും ഭർത്താക്കന്മാരെയും എല്ലാം വിളിക്കാമെങ്കിൽ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് തിരിച്ച് വിളിച്ചാൽ എന്താ പ്രശ്നം? അങ്ങനെ അനു എന്തൊക്കെയോ നല്ല രീതിക്ക് പറയുന്നുണ്ട്. അനുവിൻ്റെ വായിരിക്കുന്നതെല്ലാം കേട്ടിട്ട് ഷാനവാസ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും ആര്യനും ജിസേലും കംപ്ലീറ്റ്ലി അക്ബറുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ട മട്ടാണ്. ജിസേൽ പറയുന്നുണ്ട് ഷാനവാസ് നിങ്ങൾ എന്തിനാണ് നിങ്ങൾ സ്വയം ഇങ്ങനെ ഇതാവുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട്, അനുവും ബിന്നിയൊക്കെ എന്തിനാണ് ഷാനവാസിൻ്റെ വൈഫിനെ ഇതിനകത്ത് എടുത്തിടുന്നതെന്നൊക്കെ ജിസേൽ ചോദിക്കുന്നുണ്ട്. ജിസേൽ ഇപ്പം പതിയെ ഷാനവാസിൻ്റെ കൂടെ കൂട്ടുകൂടി കളിക്കാനുള്ളൊരു പ്ലാനിങ് ഒക്കെയാണ്. ഇതിൻ്റെ ബാക്കി എന്താണെന്നൊക്കെ ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം.